ഹായ് ഹലോ കൊച്ചന്മാരെ, നമ്മുടെ ചാനൽ ഗോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള നെയിം. ഇതിന്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വിജയ്, പ്രഭുദേവ, ജയറാം, മീനാക്ഷ് ചൗധരി, നമ്മുടെ ദളപതി വിജയ്, സ്നേഹ, ലൈല, മോഹൻ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ദളപതി വിജയുടെ ഒരു സെക്കൻഡ് ലാസ്റ്റ് മൂവി എന്നാണ് ഇത് കണ്ടപ്പോൾ മുന്നേ തന്നെ അപ്ഡേറ്റ് മുന്നേ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസുകാരൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ കാത്തുവെച്ചു. അതുപോലെ തന്നെ വെങ്കിട് പ്രഭു ആണ് നമ്മുടെ VP അണ്ണനാണ് ഇതിൻ്റെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ്. യുവരാജ് ശങ്കരാജിയാണ് ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൻ ശോകമാണ് തോന്നിയിട്ടുള്ളത്. ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് യുവൻ്റെ മ്യൂസിക് തന്നെയാണ്. വൻ ഒരു ശോകം പിടിച്ചുള്ള ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തത് യാതൊരു വിധത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതിനോട് നീതി പുറത്തുന്ന സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഡയറക്ഷനും വൻ പോർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ മേക്കിംഗ് ചെയ്തിട്ടുള്ള ടീം ഏതാണെന്ന് അറിയില്ല. കൈ കെട്ടി കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് മുഖത്തേക്ക് ഒരു അടി കൊടുക്കാൻ പാടുന്നു. ആ തരത്തിലാണ് ദളപതി വിജയുടെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ച്. കാരണം ഇത്ര മേലെ നടനെ കൊണ്ടുപോകുന്നു ഒരു കോമഡി പീസ് ആക്കി കളഞ്ഞ അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒട്ടും ഇന്ന തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു അവസ്ഥ. ഒരു യൂണിവേഴ്സിലൊക്കെ പ്ലാൻ ചെയ്യാൻ തോന്നുന്നു. അതിനിടയ്ക്ക് ഒരു ആവശ്യമില്ലാത്ത 2-3 കേമിയോ റോളുകൾ കടന്നു വന്നു. വൻ പദമായിട്ട് ആണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഗോട്ടെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് കാര്യങ്ങൾ നമ്മുടെ ചാനൽ ഡീറ്റെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതെന്ന് കണ്ടു നോക്കുക. ഗോട്ടെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞ 150 രൂപ ഏകദേശം ഒരു ടിക്കറ്റിന് വരും. ചിലർക്ക് 200 രൂപ വരും. ആ 200 രൂപ നിങ്ങൾക്ക് കളയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓണക്കാലമാണ്, നമുക്കൊരു നല്ലൊരു പൂക്കളം ഇടാൻ വേണ്ടി അത് ഉപകരിക്കാൻ സാധിക്കും. കാരണം പൈസ വില പിടിച്ചതാണ്. ഏകദേശം ഒരു കിറ്റിന് 50 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ 150-200 രൂപ കഴിച്ച ശേഷം 4 കിറ്റുകളും മേടിക്കാം. 4 ദിവസങ്ങളും യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല, നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ശരീരത്തിലും പിടിക്കും. ആ കോഴി കിടന്ന് പിന്നെ വയറ്റിൽ കിടന്ന് കൂക്കിക്കോളും. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തിയിലും കഴിച്ചാൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എന്തായാലും നമ്മുടെ ദളപതി വിജയുടെ ആടുജീവിതം കണ്ടുള്ള അവസ്ഥ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഏവറേജിന് താഴെ നിൽക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കും. ബൈ ബൈ.